ഹാമിൽട്ടോണിയൻ ഗ്രാഫ്സിൻ്റെ രണ്ട് തിയറമാണ് നമ്മൾ അടുത്തതായിട്ട് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് പറയുന്നത്, ഇഫ് ജി ഈസ് എ സിമ്പിൾ ഗ്രാഫ് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 ആൻഡ് ഡിഗ്രി ഓഫ് എവറി വേർട്ടെക്സ് ഇൻ ജി ബി അറ്റ്ലീസ്റ്റ് n/2 ദെൻ ജി ഈസ് ഹാമിൽട്ടോണിയൻ. അതായത് ഒരു സിമ്പിൾ ഗ്രാഫാണ്, അതുപോലെ നമ്പർ ഓഫ് വേർട്ടീസസ് എന്ന് പറയുന്നത് 3യോ അതിൽ കൂടുതലോ ആവാം. അങ്ങനെയാണെങ്കിൽ ഓരോ വേർട്ടെക്സിൻ്റെയും അറ്റ്ലീസ്റ്റ് മിനിമം ഡിഗ്രി എന്ന് പറയുന്നത് n/2 ആണെങ്കിൽ ജി ഹാമിൽട്ടോണിയൻ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സോ വി ക്യാൻ കൺസിഡർ എ ഗ്രാഫ് വിത്ത് n വെർട്ടീസസ് ആൻഡ് ഈ വെർട്ടീസസിൽ അഡ്ജസൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും രണ്ട് വെർട്ടീസസ് ആണ് യു എന്നും വി എന്നും വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഡിഗ്രി ഓഫ് വി പ്ലസ് ഡിഗ്രി ഓഫ് വി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 പ്ലസ് n/2 ആയിരിക്കും. കാരണം യുവിൻ്റെ അറ്റ്ലീസ്റ്റ് n/2 ആണ് ഡിഗ്രി, വിൻ്റെ അറ്റ്ലീസ്റ്റ് n/2 ആണ് ഡിഗ്രി. സോ ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി വിൽ ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n. നമ്മൾ കഴിഞ്ഞ തിയറത്തിൽ പഠിച്ചു ഡിഗ്രി ഓഫ് യു പ്ലസ് ഡിഗ്രി ഓഫ് വി, അതായത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n ആണെങ്കിൽ ആ ഗ്രാഫ് എന്താണ്? ഹാമിൽട്ടോണിയൻ ഗ്രാഫാണ്. ദെയർഫോർ വി ക്യാൻ സേ ദാറ്റ് ദ ഗ്രാഫ് ഈസ് ഹാമിൽട്ടോണിയൻ. നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഗ്രാഫിലെ രണ്ട് വെർട്ടീസസ് ആയിട്ട് യുവിനെയും വിനെയും അസ്യൂം ചെയ്തു. അവരുടെ സം എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n/2 പ്ലസ് n/2 ആണ്. കാരണം അറ്റ്ലീസ്റ്റ് n/2 ആണ് ഓരോ വേർട്ടെക്സിൻ്റെയും. അതായത് n ആണ്. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഗ്രാഫ് എന്താണെന്ന് പറയാം? ഹാമിൽട്ടോണിയൻ ഗ്രാഫാണെന്ന് പറയാം. അത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് പിന്നെ രണ്ടാമതുള്ളത് മറ്റൊരു തിയറമാണ്. ആ തിയറം പറയുന്നത്, ഇൻ എ കംപ്ലീറ്റ് ഗ്രാഫ് കെ എൻ വെർ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 3 ഈസ് ഓഡ് ദെൻ ദെയർ ആർ n-1/2 എഡ്ജ് ഡിസ്റ്റോയിൻറ്റ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ. ഇതും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. നമ്പർ ഓഫ് എഡ്ജ് ഡിസ്റ്റോയിൻറ്റ് സൈക്കിൾ പറയുകയാണെങ്കിൽ n-1/2 ആണെന്ന്. പക്ഷേ നമ്മൾ ഇതിൻ്റെ പ്രൂഫ് എങ്ങനെ എഴുതുമെന്ന് നമുക്ക് നോക്കാം. നമുക്കറിയാം, ഒരു കംപ്ലീറ്റ് ഗ്രാഫിലെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n/n-1/2 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുകയാണെന്ന് വെച്ചാൽ ഇതിനെ നമ്മളൊരു സൈക്കിളായിട്ട്, ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിളായിട്ട് നമ്മളിതിനെ വരയ്ക്കാൻ പോവാണ്. അതായത് n വെർട്ടീസസ് ഉണ്ടെങ്കിൽ ഓരോന്നിൻ്റെ ഇത് v1, v2, vn, v3, v2, v3 അങ്ങനെ നമ്മൾ vn വരെ വരയ്ക്കുകയാണ്. അപ്പോൾ ഇതൊരു സൈക്കിൾ ആയതുകൊണ്ടാണ് നമ്മൾ v1 സെൻറ്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു, v2, v3, v4, v5, v6 അങ്ങനെ അപ്പ് ആൻഡ് ഡൗൺ പോലെ നമ്മൾ എന്ത് ചെയ്തു? ആ ഒരു ഹാമിൽട്ടോണിയൻ സൈക്കിൾ വരച്ചു. ഓരോ വേർട്ടെക്സിനെയും വെച്ചിരിക്കുന്നത് 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ n-1 ആ ഒരു ഡിസ്റ്റൻസിൽ മെഷർ ചെയ്തിട്ടാണ് ഓരോ വേർട്ടെക്സിനെയും നമ്മൾ ഈ സൈക്കിൾ വരച്ചിരിക്കുന്നത്. ആസ് ദർ ആർ n വെർട്ടീസസ്. ഓക്കെ ആണല്ലോ. n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നത് ഓടാണെങ്കിൽ ദർ ആർ n-1/2 എഡ്ജ് ഡിസ്റ്റോയിൻറ്റ് ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് ഉണ്ടെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു കംപ്ലീറ്റ് ഗ്രാഫിൻ്റെ മാക്സിമം നമ്പർ ഓഫ് എഡ്ജസ് എന്ന് പറയുന്നത് n/n-1/2 ആണ്. നമ്മൾ എന്ത് ചെയ്തു? ഈ വേർട്ടീസസ് v1 ടു vnനെ ഒരു സൈക്കിളിൽ നമ്മൾ വരച്ചു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാൽ ഓരോ വേർട്ടെക്സിനെ പ്ലേസ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? ഈ ഹാമിൽട്ടോണിയൻ സൈക്കിളിനെ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിയുമ്പോഴും ഈ വേർട്ടീസസിന് ഇതിൽ ചെറിയ ഡിഫറൻസ് വരുന്നേ ഉള്ളൂ. v2, v3, v4, v5, v6, vn ചെറിയൊരു ഡിഫറൻസാണ് ഇതിൻ്റെ പ്ലേസ്മെൻറ്റിന് ഉണ്ടായിട്ടുള്ളത്. ഫസ്റ്റ് ഗ്രാഫിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ടോപ്പ് ഭാഗത്തുള്ളതൊക്കെ ഓഡ് വേർട്ടീസസ്, ഈ താഴെ ഭാഗത്തുള്ളത് ഈവൻ വേർട്ടീസസും ആയിരുന്നു. ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ ചെറിയൊരു ചേഞ്ച് വന്നു. അതായത് n-1 റൊട്ടേഷൻസ് നമ്മൾ ഇതേപോലെ നടത്തിയാൽ അതിൽ ഹാഫ് വിൽ ബി ഐസോമോർഫിക്. അത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. നമ്മൾ ഇതേപോലെ 360 ഡിഗ്രി ബൈ n-1 ഓരോ വെർട്ടീസസിനെയും ഹാമിൽട്ടോണിയൻ സൈക്കിളായി വരച്ച ശേഷം ഒരു പാത്ത് വരയ്ക്കുമ്പോൾ അതിങ്ങനെ വരും. അത് വീണ്ടും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും പാത്ത് ഇരിക്കുന്ന ഷേപ്പ് അതുപോലെ തന്നെ ഇരിക്കും. നമുക്ക് ഇങ്ങനെ n വെർട്ടീസസ് ഉള്ളതുകൊണ്ട് തന്നെ n-1 റൊട്ടേഷൻ നടത്തി നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. പക്ഷേ എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഹാഫ് വിൽ ബി ഐസോമോർഫിക്. അതായത് ഹാഫ് മാത്രമേ ഉണ്ടാവുള്ളൂ കറക്റ്റായിട്ടുള്ള സൈക്കിൾസ്. സോ വി ക്യാൻ സേ ദാറ്റ് ദർ വിൽ ബി n-1 ഡിവൈഡഡ് ബൈ 2 എഡ്ജ് ഡിസ്റ്റോയിൻറ്റ് ഹാമിൽട്ടോണിയൻ സൈക്കിൾ. അതായത് n-1 റൊട്ടേഷൻ നമ്മൾ നടത്തിയാലും അതിന് ഹാഫ് ഐസോമോർഫിക് ആണെന്ന് വെച്ചാൽ ബാക്കി ഹാഫ് മാത്രമേ ഡിഫറൻറ്റ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ദർ വിൽ ബി n-1 ഡിവൈഡഡ് ബൈ 2 എഡ്ജ് ഡിസ്റ്റോയിൻറ്റ് ഹാമിൽട്ടോണിയൻ സൈക്കിൾസ് എന്ന് പറഞ്ഞത്. ദസ് കോമ പ്രൂവ്ഡ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പ്രൂഫ് വരുന്നത്.